ഹലോ. രാവിലെ എനിക്ക് പല്ലേക്കുന്നതിനിടയിലാണ് ഒരു കാര്യം ആലോചിച്ചത്. നമ്മുടെ ഫ്രിഡ്ജ് ഇപ്പോൾ അടക്കി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ കോഴിയാണ്. അപ്പം അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. നമ്മുടെ ചക്കനെ തട്ടി വറുത്ത് അങ്ങോട്ട് എന്തെങ്കിലും ഒരു പരിപാടി പിടിക്കാന്ന് വിചാരിച്ചു. അപ്പോഴാണ് സിമ്പിളായിട്ടൊരു സാധനം ഓർമ്മ വന്നത് മനസ്സിൽ. അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല, നമ്മുടെ കട്ടിംഗ് ബോർഡ് എടുത്ത് നീളമുള്ള കട്ടിംഗ് ബോർഡ് എടുത്ത് വട്ടനെ ഇറക്കിയിട്ട് ചിക്കൻ അതിൽ കിടത്തി ഓരോ ഡിക്കലൊടിച്ച് കുനുകുന കഷ്ണങ്ങളാക്കി എടുക്കാം. ബെറ്റർ ഇതിന് വേണ്ടത് നമ്മൾ മറ്റേ ചെസ്റ്റ് പീസാണ്. ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ നമുക്ക് വറുത്തെടുക്കാം. ദാൻ ദി ടു ആൻഡ് ഓൺലി ജിഞ്ചർ ആൻഡ് ഗാർലിക്. ഏതൊരു സാധനം വയ്ക്കുകയാണെങ്കിൽ എപ്പോഴും ആവശ്യം തന്നെ രണ്ട് സാധനമാണ് ജിഞ്ചറും ഗാർലിക്കും. ഇത് നമ്മളെടുത്ത് കുനുകുന നരിയേണ്ട ആവശ്യമില്ല, കാരണം നമുക്കിത് വറുത്തെടുക്കാറുണ്ട്. സോ തൊലി കളഞ്ഞെടുത്താൽ മതി. പിന്നെ ഇവിടുത്തെ ഇഞ്ചി ഒരു വൃത്തിയായിട്ട് ഇഞ്ചി ആയതുകൊണ്ട് തൊലി കളയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതിങ്ങനെയാണ് അത് കളഞ്ഞത്. അത് കടന്നു വരുമോ. അടുത്തത് നമ്മുടെ മസിൽപ്പുള്ള മസാല കൂട്ടങ്ങളായ ഉപ്പ്, മുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല ഇതെല്ലാം കൊട്ടി കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് മിക്സ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു രൂപത്തിൽ സാധനം കിട്ടും. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കാം. എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ പാൻ വെച്ചു, നമ്മുടെ വെളുത്തുള്ളി ഇട്ട് ഇഞ്ചിട്ടു, അങ്ങോട്ട് കരിച്ചെടുത്തു, വറുത്തെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ പീസ് ഏതാണ്ട് ലെഗ് പീസ് ഇടുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് സൈഡിൽ ടച്ചിങ്സ് ഒക്കെ ആയിട്ട് ഐ മീൻ ചോറിന് കഴിക്കുമ്പോൾ ഫുഡിന് ടച്ചിങ്സ് ആയിട്ട് കൂട്ടാലോ എന്നാണ് ഉദ്ദേശം. മൂടി വെച്ചു, വറുത്ത് വന്നു, എടുത്ത് മാറ്റി. ഇനിയാണ് മക്കളെ കടന്നു വരാനിരിക്കുന്ന നമ്മുടെ മിക്സിയുടെ ജാർ. ഇതിലാണ് ഇനി എല്ലാ പൊടി പരിപാടികളും. അതായത് ചിക്കൻ ഇടുക, ഇഞ്ചി ഇടുക, വെളുത്തുള്ളി ഇടുക, പിന്നെ കുറച്ച് കുരുമുളക്, ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ കിട്ടും സാധനം. ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ സാധനം എടുക്കുക, പിന്നെ കുറച്ച് ചോറ്, കുറച്ച് തൈര്, പിന്നെ നമ്മൾ ടച്ചിങ്സ് ആക്കി മാറ്റി ചിക്കൻ എടുക്കുക, നമ്മുടെ പൊടിയിട്ട് മിക്സ് ചെയ്യുക, കഴിക്കുക. അപ്പോൾ അത്രയുള്ളൂ. ബൈ.